ഹലോ എവരിവൺ, ഞാൻ ലസിത. ട്രൂവേ ഇൻ്റർനാഷണലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് UAE എംബസി അറ്റസ്റ്റേഷൻ. കഴിഞ്ഞ സീരീസിൽ എംബസി അറ്റസ്റ്റേഷൻ്റെ ബേസിക് കോൺസെപ്റ്റ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് എംബസി അറ്റസ്റ്റേഷൻ, ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള എംബസീസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഡോക്യുമെൻറ്റുകളിലാണ് ഒരു എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സീരീസിൽ ഡിസ്കസ് ചെയ്തു. ഇന്നത്തെ ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് UAE എംബസി, UAE എംബസിയുടെ അറ്റസ്റ്റേഷൻ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്, അതിൻ്റെ കോസ്റ്റ് റേഞ്ച് എത്രത്തോളമാണ് വരുന്നത്, ഡ്യൂറേഷൻ പീരീഡ് എങ്ങനെയാണ്, ഈ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് വർക്ക് ചെയ്യുന്നതും വർക്ക് ചെയ്യാനായി ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ളൊരു രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE എന്ന കൺട്രി 7 എമിറേറ്റുകളുടെ ഒരു കോമ്പിനേഷനാണ്. ദേ ആർ അബുദാബി, അജ്മാൻ, അൽ ഐൻ, ഫുജൈറ, ഉമ്മൽ ഖുവൈൻ, റാസൽ ഖൈമ, ദുബായ് ആൻഡ് ഷാർജ. ഈ 7 എമിറേറ്റുകളിൽ എവിടെ വർക്ക് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് UAE എംബസിയുടെ അറ്റസ്റ്റേഷൻ മാൻഡേറ്ററി ആണ്. കഴിഞ്ഞ സീരീസിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു, ഏതൊരു എംബസിയും 3 ടൈപ്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് അറ്റസ്റ്റ് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്, നോൺ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റ്. ലൈക്ക് ദാറ്റ് UAE എംബസിയും ഈ 3 കാറ്റഗറീസ് ഓഫ് ഡോക്യുമെൻറ്റിലും അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം UAE എംബസിയുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ് അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയായിരിക്കും? ഓൾറെഡി കഴിഞ്ഞ സീരീസിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും കഴിഞ്ഞ സീരീസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. SSLC, +2, ഡിഗ്രി, ഡിപ്ലോമ, PG, PhD, പിന്നെ ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റുകളും എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റിൽ UAE എംബസി അറ്റസ്റ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് HRD ആണ്. ആഫ്റ്റർ ദാറ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, അതിനുശേഷമാണ് UAE എംബസിയുടെ അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ വരുന്നത്. HRD എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ഒരു വെരിഫിക്കേഷൻ പ്രൊസീജിയറാണ് HRD മെത്തേഡ്. അപ്പോൾ അത്രയും ഒരു ലെങ്തി ആയിട്ടുള്ള ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് HRDക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. കാരണം ഈ വീഡിയോയിൽ അത് എല്ലാം കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി സോ ലെങ്തി. ദെൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. ഒരു ഡോക്യുമെൻറ്റിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പിങ്ങിനെയാണ് നമ്മൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഡോക്യുമെൻറ്റ് ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ സ്റ്റേറ്റിലെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറ്റസ്റ്റേഷന് ശേഷമായിരിക്കും ഒരു ഡോക്യുമെൻറ്റിൽ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അറ്റസ്റ്റേഷൻ ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന് ശേഷമാണ് UAE എംബസിയുടെ അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ ഒരു ഡോക്യുമെൻറ്റിൽ വരുന്നത്. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി UAE എംബസിയുടെ സ്റ്റാമ്പിങ് തന്നെയാണ്. ഒരു ലീഗലൈസേഷൻ പ്രൊസീജിയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ ഓതൻറ്റിസിറ്റിയെ പ്രൂവ് ചെയ്യുന്ന ഒരു വെരിഫിക്കേഷൻ മെത്തേഡാണ് UAE എംബസി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റിൽ വരുന്ന അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ. കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, HRD അറ്റസ്റ്റേഷൻ ഇസ് എ വെരി ലെങ്തി പ്രോസസ്സ്. മിനിമം ഒരു 55 വർക്കിംഗ് ഡേയ്സ് എങ്കിലും എടുക്കുന്ന ഒരു പ്രൊസീജിയറാണത്. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെ ബേസിസിലും അതിൽ വേരിയേഷൻസ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് UAE എംബസി അറ്റസ്റ്റേഷൻ വളരെ ഇമ്മീഡിയറ്റ്ലി കിട്ടണം എന്നുള്ള കേസസിൽ HRD അറ്റസ്റ്റേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിന് കുറച്ച് കാലതാമസം വരും. ചുരുങ്ങിയതൊരു 2 months എങ്കിലും ഈ ഫുൾ പ്രോസസ്സ് കഴിഞ്ഞ് ഡോക്യുമെൻ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടാനായിട്ട് ഒരു ഡ്യൂറേഷൻ പീരീഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു 15 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന UAE എംബസിയുടെ അറ്റസ്റ്റേഷൻ പ്രൊസീജിയറാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഡൽഹിയിലുള്ള സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വഴിയുള്ള അറ്റസ്റ്റേഷൻ നമുക്ക് ചെയ്യാം. SDM എന്നാണ് ഷോർട്ട് ഫോമിൽ പറയുന്നത്. അതിനുശേഷം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ അറ്റസ്റ്റേഷൻ, ആഫ്റ്റർ ദാറ്റ് UAE എംബസിയുടെ അറ്റസ്റ്റേഷൻ. ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. SDM + MEA + UAE എംബസി ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി വെരി ഈസിയാണ്. പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ പീരീഡും ഇച്ചിരി കുറവാണ്. പിന്നെ നിങ്ങളൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ HRD അറ്റസ്റ്റേഷൻ ചെയ്തിരിക്കണം. കാരണം ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ UAEയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് നിങ്ങൾ HRD അറ്റസ്റ്റേഷൻ ചെയ്യാതെയാണ് UAEയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫഷൻ ടീച്ചിങ് ആണെങ്കിൽ, ഒരു ടീച്ചിങ് പ്രൊഫഷണൽ ആണെങ്കിലും
HRD അറ്റസ്റ്റേഷൻ മാൻഡേറ്ററി ആയിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം ആഫ്റ്റർ റീച്ചിങ് UAE നിങ്ങൾക്ക് ജെന്യൂനിറ്റി ചെക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഇന്ത്യയിൽ നിന്ന് HRD ചെയ്തിട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഇനി ദുബായ് ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ഷാർജ ഗവൺമെൻറ്, ദാറ്റ് മീൻസ് UAE ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു എംപ്ലോയി ആണ് നിങ്ങൾ എന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾ HRD അറ്റസ്റ്റേഷൻ ചെയ്തിരിക്കണം. ദാറ്റ് ഈസ് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ ദേവ, ഷാർജ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ സേവ, ഈ 2 ഓർഗനൈസേഷൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് നിങ്ങളെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ HRD അറ്റസ്റ്റേഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് നോൺ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സിലെ UAE എംബസി അറ്റസ്റ്റേഷൻ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. നോൺ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, PCC അഥവാ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആൻഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഇതൊക്കെയാണ് നോൺ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. നിങ്ങളിപ്പോൾ എക്സാമ്പിൾ UAEയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്പൗസിനെയോ കിഡ്സിനെയോ UAEയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റും കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും നിങ്ങൾ UAE എംബസി അറ്റസ്റ്റേഷൻ ചെയ്യണം. നമ്മളൊരു നോൺ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ പ്രയർ ടു MA ആൻഡ് UAE എംബസി നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറ്റസ്റ്റേഷനാണ്. ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ഒരു ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ സ്റ്റേറ്റിൻ്റെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറ്റസ്റ്റേഷനായിരിക്കും ഫസ്റ്റായിട്ട് ഈ ഡോക്യുമെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ കേരളത്തിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കേരള ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അറ്റസ്റ്റേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പ്ലസ് UAE എംബസി, ഇതായിരിക്കും അതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇനി ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ട് കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റ്സിൽ നിന്ന്, എക്സാമ്പിൾ കർണാടക, തമിഴ്നാടു അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ അത് ഇഷ്യൂ ചെയ്ത സ്റ്റേറ്റ് എവിടെയാണോ അവിടെ നിന്നുള്ള ഹോം ഡിപ്പാർട്ട്മെൻറ്റ് അറ്റസ്റ്റേഷൻ ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ 2 പ്രൊസീജിയർ ചെയ്യുമ്പോഴും കുറച്ച് ഡ്യൂറേഷനിൽ വ്യത്യാസമുണ്ട്. ബിക്കോസ് കേരളത്തിൽ നിന്ന് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ കിട്ടുന്ന അത്ര ഈസി അല്ല മറ്റ് സ്റ്റേറ്റ്സിൽ നിന്ന് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ കിട്ടുന്നത്. കേരളത്തിലൊരു മിനിമം ഒരു 3 to 4 days കൊണ്ട് ഹോം അറ്റസ്റ്റേഷൻ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ മറ്റ് സ്റ്റേറ്റ്സിലാവുമ്പോൾ ഡ്യൂറേഷൻ വിൽ ബി ഹയർ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ വളരെ ഈസി ആയിട്ട് ഒരു മിനിമം ഒരു 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് പ്രൊസീജിയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഡൽഹിയിലുള്ള സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് വഴി അറ്റസ്റ്റേഷൻ ചെയ്തതിന് ശേഷം മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് UAE എംബസി എന്ന പ്രൊസീജിയറിലേക്ക് പോകുന്നത്. SDM അഥവാ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അറ്റസ്റ്റേഷൻ ഡൽഹിയിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു നോൺ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ. നിങ്ങളുടെ സ്പൗസിനെയോ കിഡ്സിനെയോ UAEയിലോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ മാൻഡേറ്ററി ആണ്. പക്ഷേ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത എന്തായിരിക്കാം? അത് മിക്ക ആളുകൾക്കും വരുന്നൊരു ഡൗട്ടാണ് അല്ലേ. അതായത് ഒരു വ്യക്തി UAEയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തി നാട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം നാട്ടിൽ വെച്ച് മരണപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ബന്ധുക്കളോ ആ വ്യക്തിയുമായി ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലുമോ ഈ വ്യക്തിയുടെ മരണ സർട്ടിഫിക്കറ്റ് അഥവാ ഡെത്ത് സർട്ടിഫിക്കറ്റ് UAE എംബസിയിൽ അറ്റസ്റ്റേഷൻ ചെയ്തതിന് ശേഷം UAE ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യണം. മരിച്ചുപോയ വ്യക്തിക്ക് UAEയിൽ നിന്ന് എന്തെങ്കിലും ക്ലെയിംസ് കിട്ടാനുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പ്രൊസീജിയർ ചെയ്യുന്നത്. പിന്നെയുണ്ട് സിംഗിൾ പേരൻ്റ് ഉള്ള കേസസ്, അതായത് അച്ഛൻ മരണപ്പെട്ടു പോയി, അമ്മ നാട്ടിൽ ഒറ്റയ്ക്കാണ്, മകനോ മകളോ UAEയിൽ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അമ്മയും കൂടി UAEയിലേക്ക് കൊണ്ടുപോകണം എന്ന സാഹചര്യത്തിൽ മരിച്ചുപോയ പേരൻറ്റിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് എംബസി അറ്റസ്റ്റേഷൻ ചെയ്തതിന് ശേഷം UAE ഗവൺമെൻറ്റിന് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് ഡെത്ത് സർട്ടിഫിക്കറ്റിൽ വരുന്ന അറ്റസ്റ്റേഷൻ മെത്തേഡ്സ്. ഇനി മോസ്റ്റ് കോമൺലി നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു നോൺ എഡ്യൂക്കേഷണൽ അറ്റസ്റ്റേഷൻ പ്രൊസീജിയറാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ അറ്റസ്റ്റേഷൻ. നമ്മുടെ സ്കൂളിംഗ് പീരീഡിലും അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് വർക്ക്സിനിടയിലും നമുക്ക് എന്തെങ്കിലും ലോങ് ലീവ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്ത ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾസിലോ ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു എംബസി അറ്റസ്റ്റേഷന് വേണ്ടി ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തത്, അതൊരു പ്രിൻറ്റഡ് ഫോർമാറ്റിലുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഒരിക്കലും ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹോസ്പിറ്റൽസിൽ നിന്ന് കളക്ട് ചെയ്യരുത്. പ്രിൻറ്റഡ് ഫോർമാറ്റിലുള്ള ഡോക്യുമെൻ്റ് തന്നെ കളക്ട് ചെയ്യണം. അത് മാൻഡേറ്ററി റൂളാണ്. എങ്കിൽ മാത്രമേ എംബസി അതിന് അറ്റസ്റ്റേഷൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളെ കൺസൾട്ട് ചെയ്ത ഡോക്ടർ ആരാണോ അവരുടെ സിഗ്നേച്ചർ ആൻഡ് സ്റ്റാമ്പിങ് ആ ഡോക്യുമെൻറ്റിൽ മാൻഡേറ്ററി ആയിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ ഹോസ്പിറ്റലിൻ്റെ ഒഫീഷ്യൽ സീൽ ഉണ്ടായിരിക്കണം.
ഹോസ്പിറ്റലിൻ്റെ ലെറ്റർ ഹെഡിലായിരിക്കണം ആ ഡോക്യുമെൻ്റ് ചെയ്തെടുക്കേണ്ടത്. ഹോസ്പിറ്റൽ ലെറ്റർ ഹെഡ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൻ്റെ ടെലിഫോൺ നമ്പർ, അഡ്രസ്, മെയിൽ ID, ഫാക്സ് നമ്പർ ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ UAE എംബസി നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്ത് അതിൽ എംബസി അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ ചെയ്യത്തുള്ളൂ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാറ്റഗറിയാണ് കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റ്സ്. ഒരു കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റിൽ UAE എംബസി എങ്ങനെയാണ് അറ്റസ്റ്റേഷൻ ചെയ്യുന്നത് എന്ന് നോക്കാം. കൊമേഴ്ഷ്യൽ ഡോക്യുമെൻ്റ് ചെയ്യുമ്പോൾ എഡ്യൂക്കേഷണലോ നോൺ എഡ്യൂക്കേഷണലോ പോലെയല്ല, നല്ല ഡിഫറൻസ് ഉണ്ടാവും പ്രൊസീജിയേഴ്സിൻ്റെ കാര്യത്തിൽ. ഒരു കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ചെയ്യുന്ന പ്രൊസീജിയർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അറ്റസ്റ്റേഷനാണ്. COC എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും. ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അറ്റസ്റ്റേഷൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഡോക്യുമെൻറ്റ് MEA സബ്മിഷൻ ആവുകയും MEAയുടെ സീൽ അതിൽ ചെയ്യുകയും ഫൈനലി UAE എംബസിയുടെ അറ്റസ്റ്റേഷനും അതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ. കൊമേഴ്ഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ഓൾറെഡി കഴിഞ്ഞ സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻറ്റ് എക്സ്പോർട്ട് ഡോക്യുമെൻറ്റ്സ്, ഏതെങ്കിലും ഒരു ഫേമിൻ്റെ പവർ ഓഫ് അറ്റോർണി, ഇൻവോയ്സ്, ഹെൽത്ത് സർട്ടിഫിക്കറ്റ്, ഡിസ്ക്രിപ്ഷൻ ഓഫ് കൺസൈൻമെൻറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിൻ, ഈ എല്ലാ ഡോക്യുമെൻറ്റ്സും ഈ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇനി തോന്നുന്നു UAE എംബസി അറ്റസ്റ്റേഷനെ കുറിച്ച് ഇത്രയൊക്കെ പറയാനുള്ളൂ. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാറ്റഗറീസ് ഓഫ് ഡോക്യുമെൻറ്റ്സിൻ്റെയും അറ്റസ്റ്റേഷൻ പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഫ്രണ്ട്സിനിടയിലും കൊളീഗ്സിനിടയിലും UAE എംബസി അറ്റസ്റ്റേഷനെ കുറിച്ച് എൻക്വയറി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ട്രൂവേ ഇൻ്റർനാഷണലിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ നോട്ടിഫിക്കേഷനും വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ടാപ്പ് ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായി അടുത്ത സീരീസിൽ നമുക്ക് വീണ്ടും കാണാം. Until then, it's me, Lasita, signing off, and thank you for watching.